ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറെ നാളായി എന്നെ കാണാതിരുന്നപ്പോ നിനക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടിക്കാണുമല്ലോ. എന്നാൽ ഈ നിമിഷം മുതൽ അത് വേണ്ട. അതറിയിക്കാൻ വേണ്ടിയാ എന്റെ ഈ വരവ്. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഞാൻ നേടാതിരുന്നിട്ടില്ല പൂർണിമേ. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കൊന്ന് കരുതണ്ട. നിന്റെ പിന്നാലെ ഞാൻ കാണും. നിന്റെ നാശം കണ്ടേ ഞാൻ അടങ്ങും. തര ഞാനൊന്ന് പറയട്ടെ. സഞ്ജയ്, ഹായ്. വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഇങ്ങനെയാണോ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിലുള്ളവരെ എല്ലാവരും സ്വീകരിക്കാറുള്ളത്? ആതിഥ്യ മര്യാദകളൊക്കെ മറന്നോ? ആന്റി സുഖാണോ? വരൂ. താങ്ക് യു ആന്റി. ആന്റിക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയല്ലോ. പൂർണിമ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇരിക്കേ. ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. കുറച്ചു നാളെന്നെ കാണാതിരുന്നപ്പോ മറന്നുപോയോ? അതോ ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രം മാറ്റങ്ങൾ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചോ? നീ എന്തിനാ താര ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? നമുക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടിൽ കുറെ വിശേഷങ്ങളൊക്കെ നടന്നു എന്നറിയുമ്പോ നേരിട്ട് വന്നൊന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് നാട്ടുനടപ്പല്ലേ പൂർണിമേ? ആരാ? ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരല്ലേ, ഒരേ മേഖലയിൽ മത്സരിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. ഇന്ദ്ര TV നമ്പർ 1 ആയി പോകുന്നു. തൊട്ടടുത്ത് തന്നെ എന്റെ TV നമ്പർ 2 ആയി പോകുന്നുണ്ട്. ഇത്രയൊക്കെ അടുപ്പം പോരെ നമ്മൾ തമ്മില്? അല്ല, ഇവിടെ പൃഥ്വിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു. ഞാൻ വിദേശത്തായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നേനെ. പിന്നെ മഹാദേവൻ അങ്കിള് വയ്യാതായി ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിൾ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? അതെ, ഇപ്പൊ ഓക്കെയാണ്. ഗുഡ്. ഈ വർഷത്തെ അവാർഡൊക്കെ പൂർണിമയ്ക്ക് കിട്ടിയല്ലേ? ഇനി അത് പ്രതീക്ഷിക്കണ്ട. എന്റെ ചാനൽ അടിമുടി മാറുകയാണ്. ഇനി നിന്റെ നമ്പർ 1 സ്ഥാനമെല്ലാം മറന്നേക്ക് പൂർണിമേ. താനാണോ ഈ കുടുംബത്തിലേക്ക് വന്ന പുതിയ പെണ്ണ്? ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, വാങ്ങിച്ചോ. ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ടാ. വാങ്ങിച്ചോ. എനിക്കിതൊന്നും വേണ്ട. ഈ വീട്ടിൽ കയറി വന്ന് പൂർണിമ ചേച്ചി എതിർത്ത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ട് എങ്ങനെ ഗിഫ്റ്റ് തരാൻ തോന്നുന്നു? അങ്ങനെ തന്നാ തന്നെ ഇവിടെയുള്ളവര് വാങ്ങൂന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ദുർഗയ്ക്ക് എന്തിനാ താര ഗിഫ്റ്റ് കൊടുക്കുന്നേ? ദുർഗ ഇവിടുത്തെ ആരുമല്ല. അശ്വതിയാണ് പൃഥ്വിയുടെ ഭാര്യ.
അതെ എന്റെ മോള് അഷിത. താനാണോ അഷിത? മോളെ അതെ. ആള് മാറി ഗിഫ്റ്റ് കൊടുത്തതിന് സോറി. ഇത് ഞാൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഒരാള് വീട്ടിൽ വന്ന് ഗിഫ്റ്റ് തരുമ്പോ മര്യാദയുള്ളവർ അത് വാങ്ങും. വീട്ടിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റ് തരുമ്പോ മര്യാദയുടെ പേരിൽ മാത്രം ഞാനിത് വാങ്ങാം. താര, നീ ഇത് തിരിച്ചുകൊണ്ടോണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിവിടുത്തെ ചവറ്റൂട്ടയിൽ ഇടത്തേ ഉള്ളൂ. നീ തരുന്ന ഒരു സമ്മാനത്തോട് ഈ വീട്ടിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയായിരിക്കും. നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലേ? കുറെ നാളായി എന്നെ കാണാതിരുന്നപ്പോ നിനക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടിക്കാണുമല്ലോ. എന്നാൽ ഈ നിമിഷം മുതൽ അത് വേണ്ട. അതറിയിക്കാൻ വേണ്ടിയാ എന്റെ ഈ വരവ്. നമുക്ക് വീണ്ടും യുദ്ധം തുടങ്ങാം. ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷമാക്കാം. ഇയാൾക്ക് എന്താ വേണ്ടേ? എനിക്കൊരു കോഫി മതി. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു ചായ. ശരി. തനിക്ക് കോഫി അല്ലേ? ഓർഡർ ചെയ്തോ. എനിക്കൊരു കോഫി. ഓക്കെ.